തമിഴ്നാട്ടിലെ ബി.ജെ.പിക്ക് കണ്ടകശനിയാണ്. വലിയ വിജയം പ്രതീക്ഷിച്ച് കരുത്തരായ നേതാക്കന്മാരെ ഒന്നാകെ ഇറക്കി കാടിളകി പ്രചരണം നടത്തിയിട്ടും അക്കൗണ്ട് തുറക്കാൻ സാധിക്കാത്തതിൻ്റെ നാണക്കേട് ഇനിയുള്ള 5 വർഷവും ബി.ജെ.പിയെ വേട്ടയാടുമെന്ന് ഉറപ്പാണ്. തോൽവിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും മറ്റൊരു നേതാവ് തമിഴ്സൈ സൗന്ദരരാജനും തമ്മിലുള്ള വാക്പോരാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് തലവേദനയായിരിക്കുന്നത്. തമിഴ്നാട്ടിൽ അണ്ണാമലയെ മാറ്റാതെ ബി.ജെ.പി ക്ലച്ച് പിടിക്കില്ല എന്ന് തുറന്നു പറഞ്ഞ് തമിഴ്സൈ വലിയ വഴക്കിനും വാക്കുതർക്കത്തിനുമാണ് ഇപ്പോൾ തുടക്കം കുറിച്ചത്. അക്കൗണ്ട് തുറക്കാൻ പോയിട്ട് പല മണ്ഡലത്തിലും കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത ബി.ജെ.പിക്ക് പാളയത്തിലെ പട എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് കൃത്യമായൊരു ധാരണയുമില്ല. തമിഴ്സൈ തെലങ്കാന ഗവർണർ പദവിയിൽ നിന്നാണ് തമിഴ്നാട്ടിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിയത്. ജയിച്ചാൽ കേന്ദ്രമന്ത്രിയായി വിലസാം എന്ന ചിന്തയിൽ ഇറങ്ങിയ തമിഴ്സൈക്കും തമിഴ് മക്കൾ വലിയ തോൽവി തന്നെയാണ് കാത്തുവച്ചിരുന്നത്. എന്തായാലും തോൽവിക്ക് പിന്നാലെ തമ്മിലടിക്ക് തുടക്കം കുറിച്ച തമിഴ്സൈ സുന്ദരരാജനെ പരസ്യമായി ശാസിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊതുചടങ്ങിനിടെ വേദിയിലേക്ക് എത്തിയ തമിഴ്സൈനെ അരികിലേക്ക് വിളിച്ചു വരുത്തിയ അമിത്ഷാ കർശനമായ താക്കീതാണ് നൽകിയത്. മര്യാദയ്ക്കിരിക്കണമെന്നും അനാവശ്യ വിവാദമുണ്ടാക്കിയാൽ എടുത്ത് വെളിയിൽ കളയുമെന്നും അമിത്ഷാ പറഞ്ഞതായി തമിഴ് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അമിത്ഷായ്ക്ക് മുന്നിൽ ഭവ്യതയോടെ നിന്ന് ചീത്തവിളി മുഴുവനും കേൾക്കുന്ന തമിഴ്സൈയുടെ ദൃശ്യങ്ങളും തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും വൻ പ്രതീക്ഷയുമായി ബി.ജെ.പി തമിഴ്നാട്ടിലെ പാർട്ടി താക്കോൽ അണ്ണാമലയെ തന്നെ ഏൽപ്പിക്കുമ്പോൾ മിനിമം 15 എം.പിമാരെ ജയിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഫലം വന്നപ്പോൾ ഒറ്റ ബി.ജെ.പി സ്ഥാനാർത്ഥി പോലും ജയിച്ചില്ല. പുതുച്ചേരി ഉൾപ്പെടെ എല്ലാ ലോക്സഭാ സീറ്റുകളും ഇന്ത്യ മുന്നണിയുടെ അക്കൗണ്ടിൽ തന്നെ എത്തി. ഇതിന് പിന്നാലെ തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്കെതിരെ പരാതിയും പ്രതിഷേധങ്ങളും ഉയരുകയാണ്. വൻ തോൽവി ഏറ്റുവാങ്ങിയ എ.ഡി.എം.കെ ബി.ജെ.പിക്കും അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനും നേരിടേണ്ടി വന്ന കനത്ത പരാജയത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അണ്ണാമലയ്ക്കാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തൻ്റെ നാവ് നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഇത്ര വലിയ പരാജയം നേരിടേണ്ടി വരില്ല എന്നായിരുന്നു എ.ഡി.എം.കെ നേതാക്കൾ പറയുന്നത്. ഈ പരാമർശത്തെയാണ് തമിഴ്സൈ പിന്തുണച്ചത്. എന്തായാലും అమిత్ తమిళసై సౌందరరాజనే వഴక్కు പറയുന്നതിന്റെ దృశ్యങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. సాగిస్తారు. దానికి మరికొద్ది క్షణాల్లో మన గౌరవనీయులు ముఖ్య అతిథులు ప్రధాని ఈ వేదిక మీదకి రానున్నారు. ఆ వెంటనే కార్యక్రమం ప్రొసీడింగ్స్ ని చీఫ్ సెక్రటరీ గారు కంటిన్యూ చేస్తారు. పెద్దల్ని గన్నవరం ఎయిర్పోర్ట్ లో స్వాగతించి మన గవర్నర్ గారు, మన కాబోయే ముఖ్యమంత్రి శ్రీ చంద్రబాబు నాయుడు గారు ఇక్కడికి విచ్చేస్తూ ఉన్నారు. నిమిషాల వ్యవధి మాత్రమే ఉంది పెద్దలారా. సమయ పాలన తెలిసినటువంటి పెద్దలు కాబట్టి మరొక మాట గుర్తు చేసుకుంటే, మన ప్రధాని ఇచ్చినటువంటి పిలుపులు మీకు తెలుసు కదా. నరేంద్ర మోదీ పాలన తెలిసినటువంటి పెద్దలు కాబట్టి మరొక మాట గుర్తు చేసుకుంటే, మన ప్రధాని ఇచ్చినటువంటి పిలుపులు మీకు తెలుసు కదా. నరేంద్ర మోదీ గారు ఎప్పుడు చెప్తారు, స్వచ్ఛ భారత్, ఆత్మనిర్భర్, బేటీ బచావో బేటీ పడావో ఇత్యాది పథకాలన్నీ కూడా